അനുഗ്രഹിക്കപ്പെട്ടപ്പോൾ ഞാൻ മാനിക്കപ്പെട്ടവനായി മാറി. എല്ലാം എനിക്ക് കിട്ടി, ഇനിയും എനിക്ക് കൊടുക്കാനുള്ള സമയമാണ്. എത്ര പേർ പറയും ഇന്ന് രാത്രി ഈ ഒന്നാം ദിവസം എത്ര പേർ തീരുമാനമെടുക്കും? എനിക്ക് ഒത്തിരി കർത്താവ് തന്നു. ഇന്ന് രാത്രി എനിക്ക് എന്റെ അനുഭവത്തിൽ പറയാം, 2014 കഴിഞ്ഞ 17 വർഷമായി ഞാൻ കർത്താവിനെ സേവിക്കാൻ ഇറങ്ങി. എന്നാൽ എന്റെ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട വർഷം 2014 ആയിരുന്നു. ദൈവം എന്നെ ധാരാളമായി അനുഗ്രഹിച്ചു. ഞാൻ ഇന്ന് രാത്രി ഒരു തീരുമാനം ഈ വചനത്തിന് മുൻപിൽ, ദൈവശബ്ദത്തിന് മുമ്പിൽ എടുക്കുകയാണ്. 2015 കൊടുക്കുവാൻ വേണ്ടി, ദൈവത്തിന് വേണ്ടി എന്തെങ്കിലും ആകുവാൻ വേണ്ടി ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുകയാണ്. ദൈവത്തെ ആരാധിക്കുവാൻ എനിക്കൊരു ആവേശം ഉണ്ടാകുക, ദൈവത്തോട് പ്രാർത്ഥിക്കുവാൻ എനിക്ക് ആവേശം, ദൈവസന്നിധിയിൽ എത്തുവാൻ എനിക്കൊരു ആവേശം. ഞാനത് എന്നെ തന്നെ സമർപ്പിക്കുകയാണ് ഇന്ന് രാത്രി. എനിക്കറിയാം എന്റെ ഈ സമർപ്പണം, എന്റെ അനുഗ്രഹം, ഞാൻ അനുഭവിച്ച അനുഗ്രഹം, നീ എന്ന് പറഞ്ഞ് അവസാനിപ്പിച്ച അനുഗ്രഹം നിന്റെ സന്തതിയിലേക്കെന്ന്, ആ അനുഭവത്തിലേക്ക് എന്റെ സന്തതിയിലേക്ക് പകരപ്പെടുമെന്ന് ഞാൻ പരിപൂർണമായി വിശ്വസിക്കുന്നു. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവത്തോട് ഞാൻ ചോദിക്കണം, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുകയാണ്. എന്നാൽ അതിനു മുൻപ് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, ഒരു എളിയ സഹോദരൻ എന്നുള്ള നിലയിൽ ഞാൻ നിങ്ങളെക്കാൾ വലിയ പ്രാഗൽഭ്യമുള്ളവനല്ല. എന്നാൽ ഇന്ന് രാത്രി ദൈവാത്മാവിലൂടെ വെളിപ്പെടുന്ന ആ ശബ്ദം ഞാൻ നിങ്ങളോട് വെളിപ്പെടുത്തുകയാണ്. 2015 ഞാൻ കർത്താവിന് വേണ്ടി ജീവിക്കും. പൂർണ്ണ ശക്തിയോടെ ഞാൻ അവനെ സേവിക്കും. അവൻ എന്നിലൂടെ എന്താഗ്രഹിക്കുന്നുവോ അത് പൂർണ്ണമായി കൊടുക്കുവാൻ ഞാൻ തയ്യാറാകും. ദൈവം ഇതിലേക്ക് കൊടുക്കുന്നതിന് തടസ്സമായിരുന്ന, ആ യാഗത്തിന് തടസ്സമായ ബാല്യക്കാരെയും കഴുതയും അവൻ അടിവാരത്തിൽ നിർത്തി. കാര്യമെന്താ? കൊടുക്കുമ്പോൾ ഒരു തടസ്സവും ഉണ്ടാകരുത്. കൊടുക്കുന്നതിന് തടസ്സമായ സ്വന്തം ഭാര്യയെ അവൻ അറിയിച്ചില്ല. കാരണം അവൾ എതിര് പറഞ്ഞാൽ ഇല്ല, അങ്ങനെ ഒരു തടസ്സം ഉണ്ടാകരുത്. അങ്ങനെയുള്ള തടസ്സങ്ങളെ എല്ലാം മാറ്റി കർത്താവിന് വേണ്ടി, നമ്പർ 1 കർത്താവ് എന്ന ആ ഒരു തീരുമാനത്തോടെ മുൻപോട്ട് പോകുവാൻ എത്ര പേർ താല്പര്യപ്പെടുന്നുണ്ട്? ദയവായി ആർക്കെങ്കിലും ഞാൻ എന്നെ സമർപ്പിക്കുന്നു ഈ വചനത്തിന് മുൻപിൽ എന്ന ഹൃദയത്തിൽ നിന്ന് പ്രേരണയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ പറഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം. അതിനായിട്ട് സ്വല്പസമയം 2 മിനിറ്റ് നിങ്ങൾ അതിനായിട്ട് ഞാൻ വേർതിരിക്കുകയാണ്. ആ സഹോദരി കർത്താവ് അനുഗ്രഹിക്കട്ടെ. വേറെ ആർക്കെങ്കിലും? നാം ഇരിക്കുന്ന ദൈവത്തിന്റെ സന്നിധിയിലാണ്. വചനത്തിന്റെ മുൻപാകെ എന്നെയും എന്റെ കുടുംബത്തെയും താഴ്ത്തി ഏൽപ്പിക്കുന്നു. ദൈവത്തിന്റെ കയ്യിലെ ഒരു ഇണങ്ങിയ ആയുധമായി, ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി തീരുവാൻ തക്കവണ്ണം എന്നെയും സമർപ്പിക്കുന്നു. ദേവദാസനെ ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുന്നു. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ആഗ്രഹമുള്ള എല്ലാവരും ദൈവസന്നിധിയിൽ, നിങ്ങളായിരിക്കുന്നത് ഒരുപക്ഷെ നിങ്ങളുടെ ഭവനത്തിലായിരിക്കാം, മറ്റു സ്ഥലങ്ങളിലായിരിക്കാം, ആയിരിക്കുന്ന ഇരിപ്പിടത്തിൽ ആയിരിക്കുന്നിടത്ത് ദൈവമുണ്ട്. ആ ദൈവ സാന്നിധ്യം ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളുടെ കൂടെയുണ്ടെന്ന് മത്തായി 28 പറയുന്നു. അവൻ വാക്ക് മാറ്റുന്ന ദൈവമല്ല, അവന്റെ സാന്നിധ്യം നിങ്ങളുടെ കൂടെയുണ്ട്. അവനോട് ചേർന്ന് അവന്റെ മുഖത്ത് നോക്കി പറഞ്ഞാട്ട്, കർത്താവ് ഞാൻ എന്നെ സമർപ്പിക്കുന്നു, അടിയനിതാ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്താട്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുകയാണ്. 2015 അനുഗ്രഹങ്ങൾ നിങ്ങളുടെ തലമുറയിലേക്ക്, നമ്മുടെ തലമുറയിലേക്ക് പകരപ്പെടുന്ന വർഷമാണ്. നമ്മളെക്കാൾ ശക്തിയായി ദൈവം ഉപയോഗിക്കാൻ പോകുകയാണ് നമ്മുടെ തലമുറകളെ. അഭിഷേകത്തിന്റെ ശക്തി, അന്യഭാഷ അടയാളത്തോടുകൂടെ ആരാധനയുടെ അനുഭവത്തിലേക്ക് നമ്മുടെ തലമുറയെ കർത്താവ് കൊണ്ടുവരാൻ പോകുകയാണ്. അനേക ഇടങ്ങളിൽ സാക്ഷികളാക്കി ദൈവം മാറ്റാൻ പോകുകയാണ്. ഈ തീരുമാനം നിങ്ങളുടെ തലമുറയ്ക്ക് അനുഗ്രഹമാക്കി ദൈവം മാറ്റാൻ പോകുകയാണ്. കണ്ണുകളെ അടയ്ക്കാൻ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, തിരുമേനിയുടെ പാദപീഠത്തിൽ ഞങ്ങൾ ഒരുമിച്ച് ഈ അനുഗ്രഹിക്കപ്പെട്ട പറയലിലൂടെ കർത്താവിന്റെ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് ദൈവശബ്ദം കേൾക്കുവാൻ കർത്താവ് നല്ല അവസരത്തിനായി ഞങ്ങൾ ദൈവത്തോട് നന്ദി പറയുന്നു. കർത്താവ് ഞങ്ങളോട് സംസാരിച്ചല്ലോ. അങ്ങ് സ്നേഹം തന്നവനും സ്നേഹം ആവശ്യപ്പെടുന്നവനുമാണ്. നിങ്ങളെന്റെ പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിക്കണമെന്ന് ആവശ്യപ്പെടുന്ന ദൈവമാണ്. അങ്ങ് തന്നതും പൂർണ്ണ സ്നേഹമാണ്. കാൺമീൻ നാം ദൈവമക്കൾ വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു യോഹന്നാന്റെ സുവിശേഷ ലേഖനത്തിൽ പറയുന്നല്ല കർത്താവേ. അങ്ങ് പൂർണ്ണമായ ദൈവസ്നേഹം ഞങ്ങൾക്ക് തന്നു. അങ്ങ് തിരിച്ചു ചോദിക്കുന്നത് പൂർണ്ണ സ്നേഹമാണ്. കർത്താവെ, പൂർണ്ണ സ്നേഹം തിരിച്ചു കൊടുക്കുവാൻ കർത്താവെ ഞങ്ങളെ സമർപ്പിക്കുന്നു. ഈ ശബ്ദം കേട്ട എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കണം. കേൾക്കുവാൻ പോകുന്നവരെയും കർത്താവ് അനുഗ്രഹിക്കണം. തീരുമാനമെടുത്തവരെ കർത്താവ് പ്രത്യേക അനുഗ്രഹിക്കണം.
കാരണം കർത്താവിന്റെ വചനം പറയുന്നു, ഈ വചനം വായിച്ചു കേൾപ്പിക്കുന്നവനും കേൾക്കുന്നവനും കേട്ടത് പ്രമാണിക്കുന്നവനും അനുഗ്രഹിക്കപ്പെടും. അതിവ്യമായ എല്ലാ അനുഗ്രഹങ്ങളാലും കർത്താവിനെ നിറയ്ക്കണമേ. ഈ പ്രയർ തന്നെ 2015 അനുഗ്രഹിച്ച ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. 2014 ചെയ്യാൻ കഴിയാത്തത് അതിലും വലിയത് ചെയ്യുവാൻ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ബഹുമാന്യ ദേവദാസിമാരെ, സഹോദരി സഹോദരന്മാരെ, മതവിലക്കന്മാരെ, എല്ലാവരെയും, കുഞ്ഞുങ്ങളെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഈ ദിവസങ്ങളിൽ ദൈവത്തിന്റെ പ്രവർത്തികൾ ഞങ്ങളുടെ കുടുംബത്തിലേക്ക് വ്യാപരിക്കപ്പെടട്ടെ, ഞങ്ങളുടെ സഭയിൽ വ്യാപരിക്കപ്പെടട്ടെ, ഞങ്ങളുടെ ദേശത്ത് വ്യാപരിക്കപ്പെടട്ടെ. അതിനായി കർത്താവ് ഞങ്ങളെ ഉപയോഗിക്കണമേ. തിരുമേനിയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഒരുമിച്ച് ഞങ്ങളെ താഴ്ത്തുന്നു. എന്റെ മേൽ പകർന്നിരിക്കുന്ന അധികാരത്തിലും അഭിഷേകത്തിലും ദൈവജനത്തെ അനുഗ്രഹിച്ച് ആത്മീയ, ഭൗതിക, ശാരീരിക, മാനസിക തലങ്ങൾ തുറന്നു കൊടുത്ത് അനുഗ്രഹിച്ച് ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. പ്രാർത്ഥന കടനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. താങ്ക് യു. ഗോഡ് ബ്ലസ് യു.